കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത വളർച്ചയുടെയും വീഴ്ചയുടെയും കഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥ. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതിവേഗം വളർന്നു വരികയും തീരെ ചെറിയൊരു കാലയളവിനിടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും MLA സ്ഥാനവും ലഭിക്കുകയും ചെയ്ത നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. എന്നാൽ ലൈംഗിക അപവാദ വിവാദങ്ങളിൽ വില്ലൻ കഥാപാത്രമായി അവതരിപ്പിക്കപ്പെട്ടതോടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാഹുൽ പുറത്തു പോകുകയായിരുന്നു. രാഹുലിനെതിരെ 3 ബലാത്സംഗ കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ 3 കേസുകളിലും കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതോടെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരികെ വരുവാനുള്ള ശക്തമായ കരുനീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണയും രാഹുലിൻ്റെ ഈ നീക്കങ്ങൾക്ക് ലഭിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഈ നീക്കങ്ങൾ ഫലപ്രാപ്തിയിലെത്താതെ പോകുകയായിരുന്നു. അതിനാൽ തന്നെ രാഷ്ട്രീയ നിലനിൽപ്പിനു വേണ്ടി പുതിയൊരു തന്ത്രത്തിന് രൂപം കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുമെന്നുമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം തൻ്റെ സിറ്റിംഗ് മണ്ഡലമായ പാലക്കാട് നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ആലോചിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ മത്സരത്തിനിറങ്ങിയാൽ തൻ്റെ സാധ്യതകൾ എങ്ങനെ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ അദ്ദേഹം ഒരു സ്വതന്ത്ര ഏജൻസിയെ സർവേ നടത്തുവാനായി നിയോഗിച്ചിരുന്നു. ഈ സർവേയുടെ കണ്ടെത്തൽ നൽകിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാഹുൽ ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. രാഹുൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തിയാൽ അത് ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കുക UDFനെയും കോൺഗ്രസിനെയും തന്നെയായിരിക്കും. രാഹുൽ നടത്തുന്ന ഈ രാഷ്ട്രീയ നീക്കം തനിക്ക് നേരെയുള്ള വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ അറ്റാക്കായിട്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിലയിരുത്തുന്നത്. അതിനാൽ തന്നെ ഇതിനെതിരെ കൃത്യമായ മറുതന്ത്രം മെനയുവാനും VD സതീശൻ ഇപ്പോൾ തയ്യാറെടുക്കുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് സജീവമായിട്ടുള്ള നേതാക്കളിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ അഗ്രഗണ്യനായിട്ടാണ് VD സതീശൻ വിലയിരുത്തപ്പെടുന്നത്. 2021 തുടർ പരാജയത്തിന് ശേഷം നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ്ടുപോയ UDF എന്ന രാഷ്ട്രീയ സംവിധാനത്തിനും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പുതുജീവൻ നൽകിയത് ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം VD സതീശൻ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ VD സതീശൻ്റെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഫലപ്രാപ്തി എന്ന വണ്ണമാണ് 2026 പൊതു തെരഞ്ഞെടുപ്പോടുകൂടി UDFും കോൺഗ്രസും അധികാരത്തിലേക്ക് തിരികെ എത്തുമെന്നുള്ള ഒരു പൊതുബോധം സംസ്ഥാനത്ത് രൂപപ്പെടുവാൻ കാരണമായിട്ടുള്ളത്. അതിനാൽ തന്നെ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തുവാനുള്ള നീക്കങ്ങൾ തന്നെ ഒരു ദുർബലനായി ചിത്രീകരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് VD സതീശൻ കൃത്യമായ മറുതന്ത്രമാണ് രാഹുലിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, മുരളീധരൻ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ആളാണ്. പിന്നീട് പല ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുമോ എന്ന ചോദ്യത്തിന് മുരളീധരൻ മറുപടിയായി പറഞ്ഞത് തനിക്കിപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഒരു മൂഡില്ല എന്നായിരുന്നു. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നേതൃത്വവും KC വേണുഗോപാലും മുരളീധരനുമായി ചർച്ചകൾ നടത്തുകയും മുരളീധരന് കാര്യക്ഷമമായ പിന്തുണയും പരിഗണനയും പാർട്ടി നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതോടെ മുരളി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തുവാൻ സമ്മതമറിയിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2026 മുരളീധരൻ തൻ്റെ പഴയ തട്ടകമായ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരത്തിനിറങ്ങുമെന്നുള്ള സൂചനകളാണ് വ്യക്തമാക്കിയിരുന്നത്. മുരളീധരൻ്റെ താൻ ഒളിച്ചോടുന്നവനല്ല എന്ന പ്രഖ്യാപനവും ഇതുമായി കൂട്ടിച്ചേർത്ത് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന നിർണായക റിപ്പോർട്ടുകൾ അനുസരിച്ച് മുരളീധരന് മുന്നിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന അഭ്യർത്ഥനയാണ് VD സതീശൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് VD സതീശനും മുരളീധരനും തമ്മിൽ നേരിൽ കണ്ട് ഒരു കൂടിക്കാഴ്ചയും ചർച്ചയും നടക്കുകയും ഉണ്ടായി. ഈ ചർച്ചയിൽ പാലക്കാടിൻ്റെ സിറ്റിംഗ് MP ആയ VK ശ്രീകണ്ഠൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നതായും മുരളീധരൻ സതീശൻ്റെ നിർദ്ദേശത്തിന് ഏറെക്കുറെ സമ്മതം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇവിടെ VD സതീശൻ്റേത് കൃത്യമായ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. മുരളീധരനെ പോലെ ജനകീയനായ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമായ ഒരു നേതാവ് പാലക്കാടിൻ്റെ മണ്ണിൽ UDF സ്ഥാനാർത്ഥിയായി എത്തിയാൽ രാഹുലിന് സ്ഥാനാർത്ഥിയാകുവാനുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുവാനുള്ള എല്ലാ സാധ്യതകളും അടയുകയാണ്. മുരളീധരൻ സ്ഥാനാർത്ഥിയായാൽ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രവർത്തകരുടെയും അനുഭാവികളുടെയും വോട്ട് മുരളിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുലിന് വേണ്ടി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുവാൻ കോൺഗ്രസുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധമുള്ള ആരും തന്നെ തയ്യാറാവാത്ത ഒരു സാഹചര്യവും ഇവിടെ സംജാതമാകും.
നിയോജകമണ്ഡലത്തിൽ ശക്തമായ വോട്ട് ബാങ്കുള്ള മുസ്ലിം ലീഗും കെ മുരളീധരന് പരിപൂർണ പിന്തുണ നൽകും എന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച് നാണം കെടുവാൻ നിൽക്കാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ആലോചനയിൽ നിന്ന് പിന്നോട്ട് പോകും എന്ന വി ഡി സതീശൻ്റെ കണക്കുകൂട്ടലാണ് കെ മുരളീധരനെ ഇവിടെ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും വി ഡി സതീശൻ്റെ ഈ നീക്കത്തോട് കെ മുരളീധരൻ അനുകൂലമായി പ്രതികരിച്ചതോടെ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ ഒരിക്കൽ കൂടി വിജയം നേടുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കാണുവാൻ കഴിയുന്നത്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നിയോജകമണ്ഡലം നിലനിർത്തുക എന്നത് കോൺഗ്രസിൻ്റെയും വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെയും അഭിമാന വിഷയം കൂടിയാണ്. എന്നാൽ കെ മുരളീധരൻ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയാകുന്നതോടെ ഒരു ക്ലാസിക് പോരാട്ടത്തിനാകും അവിടെ കളമൊരുക്കുക എന്ന കാര്യത്തിലും തർക്കമില്ല. നമുക്കറിയാം, പാലക്കാടിനെ BJPയുടെ A കാറ്റഗറി മണ്ഡലമായി വളർത്തിയെടുത്തത് ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യമായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്തിറങ്ങിയതോടുകൂടിയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ആദ്യമായി 2ാം സ്ഥാനത്തെത്തുവാൻ BJPക്ക് സാധിച്ചത്. പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഈ 2ാം സ്ഥാനം നിലനിർത്തുവാനും BJPക്ക് സാധിച്ചിരുന്നു. അതിനാൽ തന്നെ BJP 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി പ്രഥമ പരിഗണന നൽകുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ പേരിന് തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ പാലക്കാടേക്ക് എത്തുമെന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകൾ അവരോട് അടുത്ത് നിൽക്കുന്ന BJP കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തോട് ആവേശത്തോടു കൂടി തന്നെയാണ് BJPയുടെ പാലക്കാട് ജില്ലയിലെ നേതൃത്വവും പ്രവർത്തകരും പ്രതികരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ കെ മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ പോരാട്ടത്തിന് പാലക്കാടിൻ്റെ മണ്ണ് സാക്ഷ്യം വഹിച്ചാൽ അപ്രവചനീയമായ ഒരു മത്സരമായിരിക്കും 2026 പാലക്കാട് നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. ഇങ്ങനെയൊക്കെ കെ മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ പോരാട്ടത്തെക്കുറിച്ച് പാലക്കാടുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചകൾ കൊഴുക്കുമ്പോൾ ഇവിടെയും അപ്രസക്തമായി പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരാണ്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ദീർഘകാലം കോൺഗ്രസിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ രാഹുലിൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്കുള്ള എല്ലാ സ്കോപ്പും അവസാനിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ രാഹുലിന് മുമ്പിലുണ്ടായിരുന്ന ഏക ഓപ്ഷനായിരുന്നു പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തുക എന്നത്. എന്നാൽ വി ഡി സതീശൻ്റെ സ്ട്രാറ്റജിക് സ്ട്രൈക്കിലൂടെ ഇതിനുള്ള സാധ്യതകൾ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയും വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്നും അദ്ദേഹത്തിൻ്റെ സംരക്ഷകനായിരുന്ന ഷാഫി പറമ്പിലും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ കൈവിടുവാനുള്ള സാധ്യതകളാണ് സജീവമാകുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വി ഡി സതീശൻ കൂടുതൽ കരുത്താർജിക്കുന്നതാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയാൽ താൻ നിരപരാധിയാണ് എന്നുള്ള വാദമുഖം സ്വീകരിച്ചുകൊണ്ട് സത്യസന്ധമായ ഒരു അന്വേഷണം കേരളത്തിൻ്റെ പുതിയ സർക്കാരിൽ നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും രാഹുൽ ക്യാമ്പിന് ഇല്ലാതായിട്ടുണ്ട്. അതിനാൽ തന്നെ വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അകറ്റി നിർത്തുവാനുള്ള കനത്ത സൈബർ ആക്രമണവും സൈബർ പ്രചാരണവും രാഹുലിനെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. എന്നാൽ ഈ നീക്കങ്ങളെല്ലാം ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് വി ഡി സതീശൻ്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രതിച്ഛായ ഉയർന്നു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻനിരയിൽ നിന്ന് ക്യാപ്റ്റനായി UDFനെയും കോൺഗ്രസിനെയും നയിക്കുമ്പോഴും താൻ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പാണെന്നുള്ള ഒരു അവകാശവാദവും ഈ ഘട്ടത്തിലും വി ഡി സതീശൻ ഉയർത്തിയിട്ടില്ല. വേണമെങ്കിൽ താൻ ത്യാഗം ചെയ്യുവാൻ തയ്യാറുള്ള ഒരു നേതാവാണെന്ന് കൂടി വി ഡി സതീശൻ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉയർന്ന പ്രതിച്ഛായയുള്ള വി ഡി സതീശനെ നേരിടുവാൻ ആയുധങ്ങളില്ലാതെ നിരായുധനായി രാഷ്ട്രീയ ഭാവി ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടം. എന്നാൽ ഈ ഘട്ടത്തിൽ പോലും അയാളെ എഴുതിത്തള്ളുവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം വി ഡി സതീശനെ പോലെ തന്നെ രാഷ്ട്രീയ തന്ത്രങ്ങൾ അറിയാവുന്ന ഒരു യുവ രാഷ്ട്രീയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. വി ഡി സതീശൻ്റെ പ്രതിച്ഛായ രൂപീകരണത്തിലടക്കം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു ഘട്ടത്തിൽ രാഹുൽ എന്ന ഫാക്ടർ നൽകിയിരുന്ന പിന്തുണ വളരെ വലുതായിരുന്നു. അതിനാൽ ഏതു വിധേനയും പിടിച്ചു നിൽക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടം വി ഡി സതീശൻ നേർക്കുനേർ പോരിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ആകാംക്ഷയും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് കെ മുരളീധരൻ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.